ഈ രാജീവം വിടരുന്നതിന് തടസ്സമായി നിന്നത് കേരളത്തിലെ ഒരു പറ്റം നേതാക്കന്മാരാണ്, ജനങ്ങളല്ല. പക്ഷേ ആ നേതാക്കന്മാർ ഇപ്പോഴും ബി ജെ പിയിലുണ്ട്. ഇപ്പോൾ ബി ജെ പിയിലെന്ന് പറഞ്ഞാൽ ഒരു ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ കാണാൻ കഴിയുന്ന ഏക നേതാവ് ശോഭാ സുരേന്ദ്രനാണ്. ആറ്റിങ്ങൽ പോലൊരു മണ്ഡലത്തിൽ ബി ജെ പി പോലൊരു പ്രസ്ഥാനം 63,000 വോട്ട് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. അല്ല, നിസ്സാരം. ഭാരതീയ ജനതാ പാർട്ടി ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ്, ചിലർ ഇങ്ങനെ പറയുന്നു. താങ്കൾക്ക് യോജിപ്പുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ യൂണിറ്റ് അതൊരു മാറ്റത്തിൻ്റെ പാതയിലാണ്. കാരണം കെ സുരേന്ദ്രൻ്റെ കാലഘട്ടത്തിൽ അതിനെ പലരും വിശേഷിപ്പിച്ചിരുന്നത് KJP ആയിരുന്നു, BJP ആയിട്ടല്ല. അപ്പോൾ KJPയിൽ നിന്നും, സുരേന്ദ്രൻ്റെ KJPയിൽ നിന്നും നരേന്ദ്രമോദിയുടെ BJPയിലേക്ക് മാറുന്ന ചില ലക്ഷണങ്ങൾ ആണിപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡൻ്റായി വന്നതിന് ശേഷം. ചിലർ പറയുന്നു രാജീവ് ചന്ദ്രശേഖർ വന്നു, ഇനി BJPയിൽ രാജീവം വിടരും, താമര വിടരും. യോജിക്കുന്നു? അല്ല, രാജീവ് ചന്ദ്രശേഖർ വരുന്നതിന് മുമ്പ് തന്നെ രാജീവം വിടർന്നല്ലോ. 2016 നിയമത്ത് വിടർന്നില്ലേ? രാജീവ് ചന്ദ്രശേഖർ വരുന്നതിന് മുമ്പല്ലേ 2024 തൃശ്ശൂരിലും രാജീവം വിടർന്നത്. അപ്പോൾ രാജീവമൊക്കെ ഇവിടെ വിടർന്നു കഴിഞ്ഞു. പക്ഷേ ഈ രാജീവം വിടരുന്നതിന് തടസ്സമായി നിന്നത് കേരളത്തിലെ ഒരു പറ്റം നേതാക്കന്മാരാണ്, ജനങ്ങളല്ല. അതാണ് അതിൻ്റെ വാസ്തവം. പക്ഷേ ആ നേതാക്കന്മാർ ഇപ്പോഴും ബി ജെ പിയിലുണ്ട്. നേതാക്കന്മാർ ഇപ്പോഴും BJPയിലുണ്ട്, പക്ഷേ അവർ പ്രസക്തരല്ല. അതാണ് രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യം. കാരണം ജനകീയമായ അടിത്തറയുള്ള നേതാക്കന്മാർ വളരെ ചുരുക്കമാണ് BJPയിൽ. ഇപ്പോൾ BJPയിലെന്ന് പറഞ്ഞാൽ ഒരു ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ കാണാൻ കഴിയുന്ന ഏക നേതാവ് ശോഭാ സുരേന്ദ്രനാണ്. അതിനപ്പുറം ക്രൗഡ് പുള്ളറില്ല BJPക്കകത്ത്. അത് BJPയുടെ പരിമിതിയാണ്. എന്നാൽ ക്രൗഡ് പുള്ളറായ ഒരു നേതാവ് BJPയിൽ ഉയർന്നു വന്നാൽ ഞണ്ടിൻ്റെ കൂട്ട് എല്ലാവരും കൂടി ഒത്തുകൂടി ആ നേതാവിനെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ചുക്കില്ലാത്ത കഷായമില്ല എന്ന് പറയാറുണ്ട്. അതുപോലെ BJPയിൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം കാരണക്കാരൻ കെ സുരേന്ദ്രനാണ് എന്നൊരു നാരേറ്റീവ് കഴിഞ്ഞ കുറേയധികം നാളുകളായി കേൾക്കുന്നുണ്ട്. എന്താ അങ്ങനെ സുരേന്ദ്രനെ ഇത്രയധികം ആക്ഷേപിക്കാൻ എന്താ കാര്യം? അല്ല, എല്ലാ കാര്യങ്ങളിലും കുഴപ്പം സുരേന്ദ്രനാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സുരേന്ദ്രന് കിട്ടിയ അവസരങ്ങൾ പാഴാക്കി കളഞ്ഞൊരു നേതാവാണ്. അപ്പോൾ സുരേന്ദ്രന് BJPയുടെ പ്രസിഡൻ്റ് ആയപ്പോൾ അദ്ദേഹം പുറത്തു പോയപ്പോൾ തെളിയിച്ച് താൻ ഒരു അൺഫിറ്റ് പ്രസിഡൻ്റാണെന്നാണ്. നരേന്ദ്രമോദിയുടെ മേൽവിലാസത്തിൽ ഇവിടെ ചിലർ ജയിച്ചു എന്നുള്ളതൊന്നും സുരേന്ദ്രൻ്റെ ക്രെഡിറ്റിൽപ്പെട്ടതല്ല. സുരേന്ദ്രന് പകരം ഒരു റോബോട്ട് അവിടെ ഇരുന്നെങ്കിൽ ഈ വിജയം കുറച്ചുകൂടി അനായാസമായിട്ട് നടക്കുമായിരുന്നു. അപ്പോൾ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രനാണ് BJPയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്നല്ല ഞാൻ പറഞ്ഞത്. സുരേന്ദ്രൻ അവസരം ഉപയോഗിക്കാൻ കഴിയാതെ പോയ ഒരു നേതാവാണ്, അവസരം പാഴാക്കി കളഞ്ഞൊരു നേതാവാണ്. ഈ പറയുന്ന 2024 സുരേഷ് ഗോപിയുടെ ജയത്തിന് മുന്നിൽ സുരേന്ദ്രന് യാതൊരു പങ്കും ഇല്ല എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? അല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. കെ സുരേന്ദ്രൻ്റെ കാര്യമായ ഒരു പങ്കുമില്ല. എന്ത് പങ്കാണുള്ളത്? സുരേഷ് ഗോപി ആയതുകൊണ്ടങ്ങ് ജയിച്ചു. തീർച്ചയായിട്ടും സുരേഷ് ഗോപി ആയതുകൊണ്ടല്ലേ ജയിച്ചത്. അതിന് തർക്കം എന്താണ്? കെ സുരേന്ദ്രൻ ഒരു പങ്കുണ്ടെന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രൻ്റെതായ ഒരു പങ്ക് തെളിയിക്കണ്ടേ? തൃശ്ശൂരിൽ മാത്രം കെ സുരേന്ദ്രന് പങ്കുണ്ട്, വേറെ എങ്ങും കെ സുരേന്ദ്രന് പങ്കില്ല. ആറ്റിങ്ങലൊക്കെ ഗണ്യമായ മുന്നേറ്റമാണ് BJP നടത്തിയത്. മുൻകാലങ്ങളിൽ നിന്നും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്ര വോട്ട് വിഹിതം അവിടെ വർദ്ധിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ജയത്തിന് തുല്യമായ ഒരു തോൽവിയാണ് അവിടെ വി മുരളീധരൻ ഏറ്റുവാങ്ങിയത്. ഇതൊക്കെ ഒരിക്കലും BJPയുടെ മിഷനറികൾ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊക്കെ സാധ്യമാവുമെന്ന് താങ്കൾ കരുതുന്നു? BJPയുടെ മിഷനറി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു ഇലക്ഷനെ സംബന്ധിച്ചു. അതൊരു തർക്കമുള്ളൊരു കാര്യമല്ല. ഞാൻ പറഞ്ഞൊരു പ്രസിഡൻറ്റിൻ്റെ ചുമതല പ്രസിഡൻ്റ് ആ പാർട്ടിയുടെ ഇമേജ് ബൂസ്റ്റ് ചെയ്യുന്നതിൽ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഇപ്പം ആറ്റിങ്ങൽ വിജയം പറഞ്ഞു. ആറ്റിങ്ങൽ ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ വെറും 63,000 വോട്ട് വർദ്ധിപ്പിക്കാനാണ് വി മുരളീധരൻ കഴിഞ്ഞത്. ആറ്റിങ്ങൽ പോലൊരു മണ്ഡലത്തിൽ BJP പോലൊരു പ്രസ്ഥാനം 63,000 വോട്ട് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമല്ല. അല്ല, നിസ്സാരമോ? കാരണം വെച്ചാൽ 2014 2014 ആറ്റിങ്ങൽ മത്സരിച്ച സ്ഥാനാർത്ഥി കിട്ടിയ 90,000 വോട്ടാണ്. 2019 ശോഭാ സുരേന്ദ്രൻ അവിടെ നിൽക്കുമ്പോൾ അവർക്ക് കിട്ടിയ വോട്ട് 2,50,000 വ്യത്യാസം. ആറ്റിങ്ങിൻ്റെ വ്യത്യാസം മനസ്സിലാകണം. ശോഭാ സുരേന്ദ്രൻ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരുന്നിട്ടില്ല. അവർ MP അല്ലായിരുന്നു, MLA അല്ലായിരുന്നു, മന്ത്രി അല്ലായിരുന്നു. 5 കൊല്ലം മന്ത്രിയായിട്ടിരുന്ന ആളാണ് വി മുരളീധരൻ. അദ്ദേഹമാണ് 2024 മത്സരിക്കുന്നത്. മത്സരിച്ചപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? UDFിൽ മത്സരിച്ച അടൂർ പ്രകാശ്, അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ അമ്പലങ്ങളിൽ നേർച്ച നേർന്ന് തോക്കാൻ. പക്ഷേ അദ്ദേഹം തോറ്റില്ല. വേണ്ടാന്ന് പറഞ്ഞ വോട്ട് ജനങ്ങൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ 63,000 വോട്ടാണ്. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ഈറ്റിലെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആലപ്പുഴ 3 ലക്ഷം വോട്ടല്ലേ ശോഭാ സുരേന്ദ്രന് കിട്ടിയത്. അപ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ ഇവിടെ നിൽക്കുന്നു, ഒരു ഔദ്യോഗിക സ്ഥാനവും എത്താത്ത ശോഭാ സുരേന്ദ്രൻ ഇവിടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് വി മുരളീധരന് കേരളത്തിലെ BJP നേതാക്കന്മാരിലെ
ഏറ്റവും ഭാഗ്യവാനായ നിർഭാഗ്യവാനാണ്. എന്തുകൊണ്ട് അങ്ങനെ? അതിൻ്റെ കാരണം വെച്ചാൽ വി മുരളീധരനെ പോലെ അവസരം കിട്ടിയൊരു നേതാവ് BJP ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹം യുവമോർച്ചയുടെയൊക്കെ നേതാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണ് ഇന്ന് കേന്ദ്രമന്ത്രിമാരിലെ പല ആളുകളും. അദ്ദേഹം കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. എന്തെങ്കിലും വിഭാഗീയത വർദ്ധിപ്പിക്കുകയും അല്ലെങ്കിൽ ധാർഷ്ട്യം കൊണ്ട് ആളുകളെ അകറ്റി നിർത്തുകയും ചെയ്തതിനപ്പുറം വി മുരളീധരൻ എന്ത് അത്ഭുതമാണ് കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്? ഒന്നും കഴിഞ്ഞില്ല. അപ്പോൾ കേരളത്തിൽ 5 കൊല്ലം കേരളത്തിലെ BJPയുടെ പ്രസിഡൻ്റായിരുന്ന ഒരാൾ കേന്ദ്രത്തിൽ പോയി മോഡിയുടെ ക്യാബിനറ്റിൽ 5 വർഷം മന്ത്രിയായിരുന്ന ഒരാൾ തിരിച്ചു വന്ന ആറ്റിങ്ങൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനെന്താ വിശദീകരണമാണ് പറയുന്നത്? ഞാൻ പറഞ്ഞത് അതാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് വെറും 63,000 വോട്ടല്ലേ അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും. BJPയിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ പാർട്ടിക്കുള്ളിലുള്ള ഗ്രൂപ്പിസമാണ് എന്നൊരു നറേറ്റീവ് ഉണ്ട്. ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. തീർച്ചയായിട്ടും ആ പാർട്ടിയെ തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ പാർട്ടിയിലെ ഗ്രൂപ്പിസമാണ്. ഇത്രമാത്രം ഞണ്ടുകളുള്ളൊരു പാർട്ടി കേരളത്തിൽ ഒരു പാർട്ടിയില്ല. അപ്പം കോൺഗ്രസിനകത്ത് ഗ്രൂപ്പിസമുണ്ട്. എങ്കിലും അവരൊരു ഇലക്ഷൻ്റെ സമയത്ത് അവർ ചേർന്ന് നിന്ന് ആ തെരഞ്ഞെടുപ്പിനെ ഒന്നിച്ച് നേരിടും. ആൻ്റണി ഗ്രൂപ്പും കരുണാകരൻ ഗ്രൂപ്പും ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവരെല്ലാം ഒന്നിച്ച് നിൽക്കും. എത്രയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ്സുകാർ ഒന്നിച്ച് നിൽക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അങ്ങനെ തന്നെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരൊന്നിച്ച് നിൽക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഗ്രൂപ്പിസം അതിൻ്റെ രൗദ്രഭാവം കൈക്കൊള്ളുന്നത്. എന്ത് വില കൊടുത്തും തങ്ങളുടെ സ്ഥാനാർത്ഥി വോട്ട് കുറയ്ക്കുക എന്നതാണ് എതിർ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം. അത്ര വൃത്തികെട്ട ഒരു അത്ര തരം താണ ഒരു രാഷ്ട്രീയ സമീപനം കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും BJP ഇഷ്ടപ്പെടുന്നവർ പറയുന്നത് കെട്ടകാലം കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും പഴയ കാലങ്ങളെല്ലാം പോയി, പഴയ നേതാക്കന്മാർ പോയി, പ്രശ്നങ്ങളെല്ലാം മാറി. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നിരിക്കുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രൗഡ് പുള്ളറായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കന്മാർ ഇനി ഫോർ ഫ്രണ്ടിലേക്ക് വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇപ്പോഴും ഇത് പറയുമ്പോഴും ഞാൻ ചോദിക്കുകയാണ്, ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു നേതാവിനെ, ഒരു ക്രൗഡ് പുള്ളറെ പാർട്ടി വേണ്ട രീതിയിൽ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്ന് തോന്നുന്നു? അല്ല, ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ക്രൗഡ് പുള്ളറെ ഉപയോഗിക്കണോ വേണ്ടേ തീരുമാനിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖരന് കിട്ടിയ അവസരം അദ്ദേഹം എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ്. 2 പ്രസിഡന്റുമാർ, വി മുരളീധരനും കെ സുരേന്ദ്രനും അടക്കമുള്ള പ്രസിഡന്റുമാർ, അത് എല്ലാ പ്രസിഡന്റുമാരുടെയും കാര്യമാണ് പറയുന്നത്. അവർക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ട്. 2014 ശേഷം കേരളത്തിലുണ്ടായ വോട്ടിങ്ങിലുണ്ടായ ഷിഫ്റ്റ് അന്വേഷണം പഠിക്കണം. അപ്പം മനസ്സിലാവുന്നതാണ്. 2009 അന്നത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ BJP കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ 9% വോട്ടാണ്. 2014 വന്നപ്പോൾ BJPക്ക് ഇവിടെ കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ 14%, 5% വർദ്ധിച്ചു. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് മോഡി. നരേന്ദ്രമോദി എന്ന് പറഞ്ഞൊരു നേതാവിന് പ്രധാനമന്ത്രിയായി വന്ന ഒറ്റ കാരണം കൊണ്ടല്ല. വേറെ എന്താ BJPയുടെ നയത്തിൽ സമീപനം വന്നു? നേതാക്കന്മാർ മാറിയോ? ഒന്നും മാറിയില്ല. അപ്പം നരേന്ദ്രമോദി വന്നപ്പോൾ ജനങ്ങൾക്കുണ്ടായ പ്രത്യാശ കേരളത്തിലെ വോട്ടിംഗ് പെർസെൻറ്റേജിലുണ്ടായ 5% വർധനമാണ്. ഇപ്പോൾ BJPയുടെ കാര്യം പറയുമ്പോൾ താങ്കൾ പറയുന്ന ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നു, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ അത് പറയുമ്പോഴും NDA എന്ന് പറയുന്നൊരു മുന്നണി അത് BJPയുടെ നേതൃത്വത്തിൽ ഉള്ളൊരു സംഭവമാണ്. ഈ NDAയെക്കുറിച്ച് കേരള ഘടകത്തിൽ അല്ലെങ്കിൽ കേരള പ്രോസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ BDJS എന്ന് പറയുന്നൊരു പ്രസ്ഥാനം അവിടെയുണ്ട്. ഈ BDJS ശരിക്കും NDAയ്ക്ക് ഒരു ബാധ്യതയാണോ അതോ അനുഗ്രഹമാണോ? BDJS NDAയ്ക്ക് ഒരു ബാധ്യതയാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 2016 BDJSയുടെ BJPയോടൊപ്പം മത്സരിക്കാൻ വന്നപ്പോൾ 10 ലക്ഷം വോട്ടാണ് വർദ്ധിച്ചത്. കണക്കെടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ BDJSൻ്റെ പ്രസൻസ് BJPക്ക് ഗുണകരമായി. BJPയെ ഗുണകരമാക്കി മാറ്റാൻ BDJSന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് BDJSൻ്റെ നേതൃത്വത്തിന് BJPയെ ഗുണകരമാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. പക്ഷേ BJP നേതൃത്വത്തിന് BDJSനെ ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഉദാഹരണം, ഇപ്പം അനീഷ് ചോദിച്ച ചോദ്യത്തിനകത്ത് ഒരു കാര്യമുള്ളത്, ഇപ്പം എന്നോട് ചോദിച്ചാൽ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേരളത്തിലൊരു 3ാം മുന്നണിക്ക് പ്രസക്തിയുണ്ടോ? അതാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള ആ സ്പിരിറ്റ് ആ ചോദ്യത്തിൻ്റെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ 3ാം മുന്നണിക്ക് പ്രസക്തി ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴല്ലേ തെളിഞ്ഞത്. 1965 തന്നെ തെളിഞ്ഞതാണ്. കാരണം 1965 നടന്ന തെരഞ്ഞെടുപ്പിൽ CPIയും CPMും കോൺഗ്രസും കേരള കോൺഗ്രസും വ്യത്യസ്ത സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ചു. അതിൽ കേരള കോൺഗ്രസ് പുതിയതായി രൂപം കൊണ്ട പാർട്ടിയാണ്. അത് മന്നത്ത് പത്മനാഭനും NSSും കത്തോലിക്ക സഭയുമാണ് അതിന് പിന്തുണ കൊടുത്തത്. 25 സീറ്റിൽ അവർ ജയിച്ചു. കൊച്ചുകാര്യമാണോ? അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു CPMൽ? EMS, AKG, TV തോമസ്, MM ഗോവിന്ദൻ നായർ. മോശമാണ്. ഇവരെല്ലാം ഒരു നിര നേതാക്കന്മാർ അന്ന് CPIയിലും CPMലും കൊണ്ട് നിൽക്കുകയാണ്. കോൺഗ്രസിനകത്താണെങ്കിൽ പനമ്പള്ളി ഗോവിന്ദ മേനോൻ, TO ബാബ, അതുപോലെ തന്നെ CM സ്റ്റീഫൻ, ഇങ്ങനെ ഒരു നിര നേതാക്കന്മാർ കോൺഗ്രസ്സിൽ വന്ന് കരുണാകരൻ സജീവമായിട്ടില്ല. അവർ നിൽക്കുന്നൊരു കാലഘട്ടത്തിൽ 25 സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കാൻ കേരള കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 3ാം മുന്നണിക്ക് പ്രസക്തി ഉണ്ടെന്ന് 1965 തന്നെ തെളിഞ്ഞതാണ്. പക്ഷേ അതില്ലാതായിപ്പോയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ
കേരള കോൺഗ്രസ് ഉണ്ടായി ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് കേരള കോൺഗ്രസിനെ ചർച്ച് ഹൈജാക്ക് ചെയ്തു. ബിഷപ്പുമാരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറി. അത് കോട്ടയത്തേക്ക് ഒതുങ്ങി, കത്തോലിക്കലിലേക്ക് ഒതുങ്ങി, മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിച്ചു വന്നു എന്നുള്ളതാണ് കേരള കോൺഗ്രസിന് പറ്റിയ അപജയം. അതല്ലെങ്കിൽ കേരള കോൺഗ്രസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സെക്യുലർ പാർട്ടി ആയിരുന്നു എങ്കിൽ മമതാ ബാനർജിയുടെ TMC പോലോ, അതല്ലെങ്കിൽ തെലുങ്ക് ദേശം പാർട്ടി പോലോ, DMK പോലോ കേരളത്തിലെ ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളുണ്ടായിരുന്നു. ആ സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചത് പള്ളിയുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറി കേരള കോൺഗ്രസ്സിന് ഒരു അസ്തിത്വമുണ്ട് എന്ന് തെളിയിക്കാൻ ശ്രമിച്ച നേതാവ് KM മാണി സാറായിരുന്നു. മാണി സാറ് അതിനാണ് അധ്വാനവർഗ സിദ്ധാന്തം കൊണ്ടുവന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരിടണമെങ്കിൽ ഒരു ഫിലോസഫി വേണം, ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി വേണം. അതിനാണ് കേരള കോൺഗ്രസ് അധ്വാനവർഗ സിദ്ധാന്തം പറഞ്ഞത്. കേരള കോൺഗ്രസിന് എമ്മിനെ മാറ്റി നിർത്തിയാൽ ഏത് കേരള കോൺഗ്രസിനാണ് പൊളിറ്റിക്കൽ ഫിലോസഫി ഉള്ളത്? പിന്നെ ഗണേഷ് കുമാറിൻ്റെ കേരള കോൺഗ്രസ് എന്താ പൊളിറ്റിക്കൽ ഫിലോസഫി? ആന്റണി രാജുവിൻ്റെ എന്താണ്? ജോസഫ് ഗ്രൂപ്പിൻ്റെ എന്താണ്? ഒരു ഗ്രൂപ്പിന് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി ഇല്ല. നേതാക്കന്മാർക്ക് മന്ത്രിമാരാകണമെന്നുള്ളതല്ലാതെ. ഇപ്പോൾ ഇത് നമുക്ക് BJP പ്രോസ്പെക്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ NDA എന്ന് പറയുന്ന മുന്നണി സംവിധാനത്തിൽ BDJS ഇങ്ങനെയൊക്കെ പറയുന്ന വലിയ ശക്തിയാണ്, അവർ വന്നതിന് ശേഷം 10 ലക്ഷത്തോളം വോട്ട് വിഹിതം വർദ്ധിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഈ ഭാര്യ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകാൻ നിൽക്കുന്ന അളിയനെ പോലെ ഞാൻ ഇപ്പോൾ പോവും, നാളെ പോവും, നമുക്ക് പരിഗണന കിട്ടുന്നില്ല, നമുക്ക് വേണ്ട സ്പേസ് കിട്ടുന്നില്ല, ഈഴവരെ പരിഗണിക്കുന്നില്ല, ഈഴവരെ പിന്തള്ളുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ മാത്രമാണ് BDJSൻ്റെ ഭാഗത്തുനിന്ന്. പ്രമുഖ നേതാവ് എന്ന് പറയുന്ന നേതാവിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്, പറയിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ പോകുന്നു, നാളെ പോകുന്നു. എന്താ ഇങ്ങനെ ഒരു വിലപേശൽ രാഷ്ട്രീയം അവർ നടത്താൻ കാര്യം? അല്ല, അവർ ഇത്തരം ഒരു വിലപേശൽ രാഷ്ട്രീയം നടത്താനുള്ള കാരണം അവർക്ക് അർഹിക്കുന്ന പ്രാധാന്യം NDAയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അർഹിക്കുന്ന പ്രാധാന്യം ഒരു പാർട്ടിക്കും ആരും വിളിച്ചു കൊടുക്കത്തില്ല. അർഹിക്കുന്ന പ്രാധാന്യം തങ്ങൾ അർഹിക്കുന്നുവെന്ന് തെളിയിക്കുന്ന കാര്യത്തിൽ BDJS ആണ് പരാജയപ്പെട്ടത്. അല്ലെങ്കിൽ BDJSൻ്റെ അനിവാര്യമായ ഘടകമാണ് എന്ന് BJP നേതൃത്വത്തിനെ ബോധ്യപ്പെടുത്താൻ BDJSൻ്റെ നേതൃത്വത്തിന് കഴിയാതെ വന്നതുകൊണ്ടാണ് ഈ ഗതികേട് അവർക്ക് വന്നത്. ഈ തുഷാറിന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നമെല്ലാം അങ്ങ് പരിഹരിക്കും? ഈ പറയുന്ന അർഹിക്കുന്ന സ്പേസ് അതോടുകൂടി ഫില്ലാകുമോ എന്ന് പറഞ്ഞില്ല. BDJSലെ തുഷാറിന് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തു എന്നുള്ളത് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പാർട്ടിയില്ല. V മുരളീധരന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയില്ലേ? അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അദ്ദേഹത്തിന് പ്രയോജനം ഉണ്ടായെന്ന് വെച്ചാൽ പാർട്ടിക്ക് പ്രയോജനം ഉണ്ടായില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമല്ല പ്രശ്നം, മറിച്ച് പാർട്ടിയെ ബിൽഡപ്പ് ചെയ്യാൻ BDJSൻ്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല. പിന്നെ ഏറ്റവും വലിയ കാര്യം, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരാൾക്കൂട്ടം, കോൺഗ്രസ്സിന് ശക്തമായ പ്രാദേശിക നേതാക്കന്മാരുണ്ട്. ഏത് പ്രദേശത്ത് ചെന്നാലും കോൺഗ്രസിൻ്റെ അംഗീകരിക്കുന്ന 4 നേതാക്കന്മാർ കോൺഗ്രസ്സുകാർ. ഒരു മണ്ഡലം പ്രസിഡന്റ് എല്ലായിടത്തും ഡെഫിനറ്റായിട്ട് കോൺഗ്രസ് മാന്യന്മാരുമാണ്. അത് കോൺഗ്രസിൻ്റെ പ്രത്യേകം. വളരെ മാന്യന്മാരായ നല്ല നേതാക്കന്മാർ കോൺഗ്രസ്സിനുണ്ട്. ചിലരെങ്കിലും പകൽമാന്യന്മാരാണ്. ആയിക്കോട്ടെ, എങ്കിലും പകൽമാന്യ ചിലരല്ലേ പകൽമാന്യന്മാരാകുന്നുള്ളൂ. അല്ലാതെ പകലും രാത്രി മാന്യന്മാരായ ആളുകളുണ്ടല്ലോ. എല്ലാവരും ആക്ഷേപിക്കുന്നില്ല. ചിലർ CPMനെ സംബന്ധിച്ചുള്ള ശക്തമായൊരു കേഡർ പാർട്ടിയാണ്. സിസ്റ്റമുണ്ട്. വലിയ ഭയങ്കര സിസ്റ്റമാണ്. അത് ഒരു സ്വിച്ച് ഇട്ടാൽ മിഷനറി പോലെ പ്രവർത്തിക്കും. അത് CPMൻ്റെ കമ്മിറ്റഡ് കേഡർ എന്ന് പറയുന്ന ഒരു കൊച്ചു കാര്യമല്ല. അത് പിന്നെ പ്രളയം വന്നാലും വേനൽ വന്നാലും കൊടുങ്കാറ്റ് വന്നാലും പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു ശക്തമായ കേഡർ CPMനുണ്ട്. മേളൊരു ക്യാപ്സൂൾ ഇട്ടാൽ കൃത്യമായി താഴെ വരും. അപ്പോൾ ഈ രണ്ട് മുന്നണികളെ, ഈ രണ്ട് പാർട്ടികളെ എതിർത്തുകൊണ്ട് ഒരു സ്പേസാണ് BJPക്ക് വേണ്ടത്. അതിന് BJPക്ക് ആദ്യം വേണ്ടത് നല്ല പ്രാദേശിക നേതാക്കന്മാർ വരണം. പ്രാദേശിക നേതാക്കന്മാർ സ്വയംഭൂവായിട്ട് വരത്തില്ല. അവരെ കണ്ടെത്തണം, വളർത്തിയെടുക്കണം, അവർക്ക് പൊളിറ്റിക്കൽ ട്രെയിനിങ് കൊടുക്കണം. അപ്പം കോൺഗ്രസ് നേതാക്കന്മാരെ പോലെ ജനങ്ങൾ അംഗീകരിക്കുന്ന പ്രാദേശിക നേതൃത്വം BJPക്ക് ഉണ്ടാകണം. നമ്പർ 1. ഓക്കെ, അതോടൊപ്പം തന്നെ BDJSൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയും വേണ്ടതല്ലേ ശരിക്കും? BJP മാത്രം വളർന്നാൽ പോരല്ലോ, BDJSും വളരണ്ടേ, അവിടെയും പ്രാദേശിക നേതാക്കന്മാർ വരണ്ടേ? അവിടെ പക്ഷെ വരുന്നില്ല എന്നുള്ളതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. BDJSന് എങ്ങനെ വളരണമെന്ന് BDJSന് പദ്ധതിയില്ല. BJPയുടെ തണലിൽ ഒരു പാരസൈറ്റായിട്ട് നിന്നാൽ മതി ഞങ്ങൾ എന്ന് ധരിക്കുന്ന ഒരു നേതൃത്വമാണ് BDJSനെങ്കിൽ അവർക്കെന്നും പാരസൈറ്റ് ആകാനേ പറ്റുള്ളൂ. ഇപ്പം വരാൻ പോകുന്നൊരു അപകടം, BDJS ഇപ്പം തന്നെ മുന്നണിയിലെ 2ാമത്തെ കക്ഷിയാണ്. വേറൊരു കേരള കോൺഗ്രസ് BJPയോടൊപ്പം ഈ മുന്നണിയിലേക്ക് വരികയും BJPയുടെ സ്ഥാനാർത്ഥിയും വരുന്ന കേരള കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും വിജയിക്കുകയും BDSൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിയാതെ പോവുകയും ചെയ്താൽ മുന്നണിയിൽ ആദ്യം തന്നെ നിൽക്കുന്ന BDJSന് ആ മുന്നണിയിൽ തന്നെ പ്രസക്തി നഷ്ടപ്പെടും. അതാണ് അവർ നേരിടുന്ന വലിയൊരു ഭീഷണി. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്ന വോട്ട് എന്ന് പറയുന്നത് ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടാണ്. അത് ഇപ്പോൾ BJP പാളയത്തിലേക്ക് വരുന്നതായി കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. BDJS എന്ന് പറയുന്ന ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം NDAയുടെ ഭാഗമായതുകൊണ്ടാണ് ഈ ഈഴവ വോട്ടുകൾ ഇങ്ങോട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നത് എന്ന് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലരെങ്കിലും പറയുന്നുണ്ട്. ശരിയാണോ? ശരിയല്ല. ഈഴവ വോട്ടുകൾ, കേരളത്തിലെ ഈഴവർ വളരെ പൊളിറ്റിക്കലി കമ്മിറ്റഡാണ്. അവരാലോചിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ഇതുവരെ ഉണ്ടായിരുന്ന കമ്മിറ്റ്മെൻറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടായിരുന്നു. CPMൻ്റെ നയ
വ്യതിയാനത്തിൽ മനം തൊന്ന ഒരു വിഭാഗം ഈഴവരാണ് നേരെ ബി ജെ പിയിലേക്ക് പോയത്. അപ്പോൾ ബി ജെ പിയിലേക്കാണ് അവർ പോയത്, അവർ ബി ഡി ജെ എസിലേക്കല്ല പോയത്. ഈഴവരെല്ലാവരും ബി ഡി ജെ എസിന് വോട്ട് ചെയ്യാത്ത ഈഴവർ പോലും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് ഈഴവരുടെ അസംതൃപ്തി മുതലെടുക്കാൻ ബി ഡി ജെ എസിലൂടെ കഴിയില്ല. ഈഴവരുടെ അസംതൃപ്തി മുതലെടുക്കാൻ ബി ജെ പിയുടേതായ മാർഗ്ഗത്തിലൂടെ പോയേ പറ്റുള്ളൂ. പക്ഷേ ഇത് പറയുമ്പോഴും ഈ ബി ഡി ജെ എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിട്ട് നിൽക്കുന്നത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അപ്പുറത്തുണ്ട്. പക്ഷേ ഈ വെള്ളാപ്പള്ളി നടേശൻ അടിക്കടി ബി ജെ പിക്ക് ഇട്ട് കുത്തുകയും അടിക്കടി ഈ പറയുന്നത് പോലെ CPM-നെ പിന്താങ്ങുകയും ചെയ്യുന്നു. ഇതിലൊരു ഇരട്ടത്താപ്പ് കൃത്യമാണ് എന്നുള്ളത് പ്രകടമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഈഴ സമുദായത്തിൻ്റെ ഒരു ഉന്നമനമാണ് ലക്ഷ്യമെങ്കിൽ ഈ ബി ഡി ജെ എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഒന്നുകിൽ CPM-നോടൊപ്പം അല്ലെങ്കിൽ LDF-ലേക്ക് കൊണ്ടുവരാം. അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലെ പിണറായി വിജയൻ്റെ തുടർഭരണം അതിനോടൊപ്പം ചേർന്ന് നിൽക്കട്ടെ. ഇനി അല്ല എന്നുണ്ടെങ്കിൽ SNDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഈഴവർ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ബി ജെ പി ലൈനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അദ്ദേഹം പറഞ്ഞാൽ അങ്ങനെ കേൾക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ശ്രമിക്കാം. പക്ഷേ ഇത് രണ്ടും ശ്രമിക്കാതെ ഒരു ഭാഗത്ത് മകൻ ബി ജെ പി പ്രൊമോട്ട് ചെയ്യുന്നു, മറ്റേ ഭാഗത്ത് നിന്ന് അച്ഛൻ CPM-നെ പ്രൊമോട്ട് ചെയ്യുന്നു. എന്താ ഇതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അല്ല, വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ പഠിക്കേണ്ട ഒരു നേതാവാണ്. നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും കേരള രാഷ്ട്രീയം വെള്ളാപ്പള്ളി സെൻറ്റേഡ് ആയില്ലേ. അതിൻ്റെ കാരണം വെള്ളാപ്പള്ളി നടേശനെ അടുത്ത സമയത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞു. അത് കോൺഗ്രസും ലീഗ് വലിയ ബഹളങ്ങളുണ്ടാക്കി. അവസാനം 2-3 ദിവസത്തിന് ശേഷം അദ്ദേഹം 30 വർഷം തികയ്ക്കുന്ന ദിനത്തിലെ ആ പരിപാടികൾ 3 പതിറ്റാണ്ട് SNDP ജനറൽ സെക്രട്ടറി കൊച്ചുകാരിയല്ലത്. ആ സ്വീകരണത്തിലേക്ക് വന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ ലീഗ് ഉയർത്തിയ വിമർശനങ്ങൾക്കും UDF ഉയർത്തിയ വിമർശനങ്ങളെ എങ്ങനെ CPM കൈകാര്യം ചെയ്തു നമ്മൾ കാണേണ്ടതല്ലേ. അപ്പോൾ അവിടെയും ഫോക്കസ്ഡ് ആയത് ആരാണ്? വെള്ളാപ്പള്ളി നടേശനാണ്. അതാണ് ഒരു നേതാവിൻ്റെ പ്രത്യേകത. കരുണാകരൻ അങ്ങനെയായിരുന്നു. എപ്പോഴും കേരള രാഷ്ട്രീയം തന്നിലേക്ക് കേന്ദ്രീകരിക്കാൻ കരുണാകരൻ ശ്രമിക്കും. അതേത് തന്ത്രശാലിയായ നേതാവും ചെയ്യുന്നതാണ്. അതിനകത്ത് വിവാദങ്ങൾ വരും, വ്യത്യസ്തമായ സ്റ്റേറ്റ്മെൻറ്റ് വരും, അതൊക്കെ ശരിയാണ്. പക്ഷേ ചർച്ച ചെയ്യുന്നത് വെള്ളാപ്പള്ളിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. മനസ്സിലായി. ഇനി വീണ്ടും ബി ജെ പിയിലേക്ക് വന്നിട്ട് തന്നെ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ബി ജെ പിയുടെ വളർച്ചയെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും നേതൃമാറ്റം ഇത്തരം സാധ്യതകളെക്കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ കാണാതെ പോകുന്ന അല്ലെങ്കിൽ പരിഗണിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ന്യൂനപക്ഷ സാന്ദ്രതയാണ്. ഓരോ മണ്ഡലം 140 മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ മണ്ഡലത്തിലും കൃത്യമായ വോട്ട് നിർണ്ണയ അധികാരമുള്ള ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്കുണ്ട്. ഈ വോട്ട് ബാങ്ക് പ്രബലമായിക്കൊണ്ടേയിരിക്കുന്നു. ഒരു ചില സ്ഥലങ്ങളിലെങ്കിലും അവർ നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ഈ ഒരു വർധനവ് നിൽക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിക്ക് എത്രത്തോളം പാർലമെന്ററി രംഗത്ത് ശക്തമായി മുന്നേറാൻ സാധിക്കും? ബി ജെ പിക്ക് പാർലമെൻ്ററി രംഗത്ത് സജീവമായിട്ട് മുന്നേറണമെങ്കിൽ കൃത്യമായ ക്രിസ്ത്യൻ വോട്ടുണ്ടെങ്കിലേ അവർക്ക് ജയിക്കാൻ പറ്റുള്ളൂ. കൃത്യമായ ക്രിസ്ത്യൻ വോട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വലിയൊരു ഷിഫ്റ്റ് ബി ജെ പിക്ക് അനുകൂലമായി വരുന്നുണ്ട്. അത് മുനമ്പം വിഷയമായാലും ശരി, അതുപോലെ തന്നെ മറ്റേ പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയ പ്രശ്നമായാലും, അതല്ലെങ്കിൽ നമ്മുടെ വിവാദമായ കുന്തിരിക്കാൻ കരുതാനുള്ള മുദ്രാവാക്യമായാലും ശരി, അവരിലൊരു ഭീതി വളരാനും അവർ ബി ജെ പിയിലേക്ക് മാറാനും, പ്രത്യേകിച്ച് കേന്ദ്രത്തിലെ സുശക്തമായൊരു ബി ജെ പി ഭരണകൂടം നിൽക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ അത് അവരിൽ വരുന്നുണ്ട്. അപ്പോൾ ബി ജെ പിയിലേക്ക് ക്രിസ്ത്യാനികളെ ആകർഷിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ താരതമ്യേന എളുപ്പമാണ്. കാരണം കോൺഗ്രസ് ദുർബലമാകുന്ന സാഹചര്യത്തിൽ. പക്ഷേ അതുപോലെ തന്നെ ബി ജെ പി പരിഗണിക്കപ്പെടാതെ പോയൊരു കാര്യമുണ്ട്. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 3 വിഭാഗം ആളുകളുണ്ട്. ഒന്ന് മൃദുല സലഫിസമാണ്, രണ്ടാമത് സക്രിയ സലഫിസമാണ്, മൂന്നാമത്തേത് ജിഹാദി സലഫിസമാണ്. മുസ്ലിം ലീഗിലെ വ്യത്യസ്തമായ മുസ്ലിം കമ്മ്യൂണിറ്റി, വ്യത്യസ്ത ചിന്താധാരയുള്ള 3 പ്രധാന ധാരകൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുണ്ട്. അതാണ് ബി ജെ പി നേതൃത്വം പരിഗണിക്കേണ്ടത്. മൃദുല സലഫിസം എന്ന് പറയുന്നത് അവരെ ഈശ്വര ചിന്തയിലും ഖുർആൻ അനുശാസിക്കുന്ന ജീവിതമാർഗം സ്വീകരിച്ച് രാഷ്ട്രീയ ആഗ്രഹങ്ങളൊന്നുമില്ല ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷം അവിടെയുണ്ട്. രാഷ്ട്രീയം അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, ഞങ്ങൾ ആത്മീയ ജീവിതമായിട്ട് അതിൻ്റെ അനുസരിച്ച് അന്നേരം വോട്ട് നോക്കി ചെയ്യുന്നു എന്ന് മാത്രം. സക്രിയ സലഫിസം എന്ന് പറയുന്നത് ലീഗിൻ്റേതാണ്. രാഷ്ട്രീയത്തിലേക്ക് മുസ്ലിം താല്പര്യം സംരക്ഷിക്കാൻ രാഷ്ട്രീയമായി ഇടപെടൽ വേണം എന്നാഗ്രഹിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമാണ് സക്രിയ സലഫിസം എന്ന് പറയാനത്. അപ്പോൾ അത് വളരെ ഫലപ്രദമായിട്ട് ലീഗ് അത് ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് മതങ്ങൾക്ക് എതിരെ യുദ്ധം പ്രഖ്യാപിക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തി അവരുടെ കാര്യങ്ങൾ അല്ലെ മുസ്ലിം ലീഗിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമം നടത്തുന്ന ഒരു ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന തീവ്രവാദത്തിന് വിയോജിപ്പുള്ള തീവ്രവാദത്തിന് എതിർക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ്. അതാണ് ആ സക്രിയ സലഫിസം അവരാണ് ചെയ്യുന്നത്. ഒരു ജിഹാദി സലഫിസമുണ്ട്, അതാണ് SDP-യും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും ഒക്കെ ചെയ്യുന്നത്. അത്തരം ഒരു ധാരയാണ്. ഈ 3 ധാരകളിൽ സക്രിയ സലഫിസം, അതായത് അവർക്ക് അത്യാവശ്യം രാഷ്ട്രീയമായ താല്പര്യങ്ങളുണ്ട്, അവരിലേക്ക് ഇന്ത്യയുടെ വികസനം, എല്ലാവർക്കും വേണ്ടിയുള്ള വികസനം, എല്ലാവർക്കും വേണ്ടിയുള്ള പദ്ധതികളെ വർഗീയമായും ജാതീയമായും കാണണ്ട,
മറിച്ച് അവർക്കും ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ സ്പേസ് ഉണ്ടെന്ന് തെളിയിക്കാൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞാൽ ഒരു ചെറിയ ന്യൂനപക്ഷം മുസ്ലിം വോട്ടുകളും ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. നല്ല മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് നല്ല മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ അതിനൊരു സാധ്യതയുണ്ട്. അതുകൂടെ പ്രയോജനപ്പെടുത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടും ഹിന്ദുക്കളിലെ വലിയൊരു ഷിഫ്റ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയുടെ വന്നപ്പോൾ വലിയൊരു ഷിഫ്റ്റ് വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ഇന്നത്തെ ഒരു അവസ്ഥ കൂടുതൽ ശക്തമാക്കും ബി ജെ പിയെ. കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ ക്രിസ്ത്യാനികളെ കൂടുതൽ ബി ജെ പിയിലേക്ക് ആകർഷിക്കും. ഈ സാഹചര്യത്തിൽ കൃത്യമായി അതിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. അതെങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് ചോദ്യം. ഏതായാലും ബി ജെ പിയുടെ ഭാവി പരിപാടികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം വിലയിരുത്തലുകളാവാം. നന്ദി.